ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പെപ് ഗാർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് ഇപ്പം വീണ്ടും വലിയ ഹെഡ്ലൈൻസിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. കാരണം ആദ്യം വന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്പെയിനിൽ പോയിട്ട് അദ്ദേഹം നടത്തിയ ഒരു ഇന്റർവ്യൂവില് പ്രത്യേകിച്ചും ഗാസ പിന്നെ ഇതായിക്കൊണ്ട് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന. കാരണം പിഞ്ചുകുട്ടികൾ കൊല്ലപ്പെടുന്നത്, ഇങ്ങനെയുള്ള ഒരു ലോകക്രമത്തിനെ പറ്റി വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയും പിന്നീട് അതിനെപ്പറ്റി ചോദ്യം വന്നപ്പോഴും അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഞാനൊരു ഫുട്ബോൾ മാനേജർ ആയതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ പാടില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹത്തിന്റെ ടാക്ടിക്സിനെ പറ്റി ഇപ്പം ഫുട്ബോൾ പണ്ഡിറ്റുകളൊക്കെ തന്നെ ഈ പ്രത്യേകിച്ചും ആർസണലായിട്ടുള്ള EPL ഈ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. കാരണം പോയിന്റ് കുറഞ്ഞ 5 ഇതിലേക്കായി വന്നിട്ടുണ്ട്, അല്ല 5 ഡിഫറൻസ് ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു പെപ് ഗാർഡിയോള വീണ്ടും ഒരു തരത്തിൽ പൊളിറ്റിക്കലായിട്ടും അല്ലാതെ കളിയിലെ ഒരു ടാക്ടീഷ്യനായിട്ടും വീണ്ടും ചർച്ചാ വിഷയമായിട്ടുണ്ട്. ദിലീപ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവുന്ന വിചാരിക്കും. അത് ഈ പൊളിറ്റിക്കൽ ഇത് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ആൾക്കാർ ഇതിൽ അതിശയപ്പെടുന്നു. എന്താ വെച്ചാൽ ഇത് ഏത് കളി നിങ്ങളിപ്പോൾ ഗ്ലാസ്ഗോ സെൽറ്റിക്കിന്റെ എല്ലാ മാച്ചിലും ഫ്രീ പാലസ്റ്റൈൻ ഒരു ബാനർ നിങ്ങൾക്ക് കാണാം. ലിവർപൂളിന്റെ എല്ലാ മാച്ചിലും ഒരു പാലസ്തീനിയൻ ഫ്ലാഗ് എങ്കിലും കോപ്പിലുണ്ടാവും. ഒന്നല്ല, അനേക ഫ്ലാഗ്സ് കാണാം. സാധാരണ ഫാൻസ് പല ക്ലബിന്റെയും എല്ലാവരും ഇതിനെപ്പറ്റി ഗാസയിൽ നടക്കുന്നതിനെ പറ്റി പ്രതിഷേധിച്ചിട്ടുണ്ട്. അത് അവർക്ക് അതിന്റെ രാഷ്ട്രീയം ഒന്നും അറിയില്ല. ഇപ്പൊ എനിക്ക് പല ഫ്രണ്ട്സും ഉണ്ട് ഗ്ലാസ്ഗോയിൽ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന 2 ടീംസ് ഇതാണ്, സെൽറ്റിക്കും ലിവർപൂളും. ഇവർക്ക് പലർക്കും ഈ ഇസ്രയേൽ പാലസ്റ്റൈൻ തർക്കത്തിന്റെ രാഷ്ട്രീയവും അതിന് ചരിത്രമൊന്നും അറിയില്ല. അവരാകെ കാണുന്നത് ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ ട്രാജഡിയാണ്. കുട്ടികൾ, ചെറിയ അവർക്കൊക്കെ മക്കളുണ്ട്. എന്റെ മക്കളായിരുന്നു അതെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? അതൊരു സിമ്പിൾ ഹ്യൂമാനിറ്റേറിയൻ റിയാക്ഷൻ ആണ്. ഇപ്പൊ ലോകം മുഴുവൻ ഇപ്പൊ പ്രസിഡന്റ്സ് അടക്കം മനുഷ്യത്വം കാണിക്കാത്തൊരു കാലത്ത് സാധാരണക്കാരത് കാണിക്കുന്നുണ്ട്. അതില് രാഷ്ട്രീയമൊന്നുമില്ല. ഗാർഡിയോള പറഞ്ഞതും അത്ര തന്നെ ഉള്ളൂ. ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ റിയാക്ഷൻ. നിങ്ങൾക്ക് എങ്ങനെ ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നു. ഗാർഡിയോള അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ മാൻ ആണോ? അതെ, ആദ്യം തൊട്ടേ. അതിപ്പോ കാറ്റലാൻ ഇൻഡിപെൻഡൻസിന്റെ കാര്യത്തിലായാലും ഒക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇപ്പൊ ഓരോ പൗരനും അതിനുള്ള അവകാശം ഉണ്ടല്ലോ അവരുടെ അഭിപ്രായം പറയാനുള്ളത്. പിന്നെ കളിയെ പറ്റി പറയുകയാണെങ്കിൽ ആർസണലിന് എന്താണ് സംഭവിക്കുന്നത്? ഈ 2 സ്ക്വാഡും നോക്കിക്കഴിഞ്ഞാൽ ആർസണലിന്റെ വളരെ ശക്തമായ സ്ക്വാഡ്, കുറെ നല്ല കളിക്കാരെ അവർ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ ആരും ഒന്നും ജയിച്ചിട്ടില്ല. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഏർലിംഗ് ഹാളിന്റെ അടക്കം എല്ലാവരും കുറെ പേര് ട്രെബിള് ജയിച്ചവരാണ്. കുറെ പേര് ഇപ്പൊ ബെർണാർഡോ സിൽവയ്ക്ക് എനിക്ക് തോന്നുന്നു 5 or 6 EPL ടൈറ്റിൽ നേടിയിട്ടുണ്ട്. അപ്പൊ അത്രയും അനുഭവം, ജയിച്ച അനുഭവം, അത് നമുക്ക് എത്ര പൈസ കൊടുത്താലും അത് വാങ്ങാൻ പറ്റില്ല. അതൊരു പ്രത്യേകിച്ച് ഒരു ടൈറ്റ് ഒരു റേസ് ആവുമ്പോ ഈ അനുഭവമുള്ള ടീമായിരിക്കും സാധാരണ മുന്നോട്ട് കുതിക്കുക. മറ്റവർക്ക് എപ്പോഴും സംശയം തോന്നുമെങ്കിൽ ഇവര് പുറകിലുണ്ടല്ലോ, ഇവന് ജയിച്ച് ശീലം ഉണ്ടല്ലോ. ബോൾട്ടിന്റെ എതിരെ റേസ് ചെയ്യുമ്പോ ആൾക്കാർക്ക് അതായിരുന്നു. അവർക്ക് ബോൾട്ടിന്റെ ആ പ്രസൻസ് അങ്ങനെ ഫീൽ ചെയ്യുക, അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. അതെ, അതുപോലെയാണ് ഇത് ശരിക്കും. ഇത്രയും തവണ കഴിഞ്ഞ 8 സീസണിൽ 6 തവണ സിറ്റി ചാമ്പ്യന്മാരായിട്ടുണ്ട്. ആ ജയിച്ച അനുഭവം ഉണ്ട്. ആർട്ടറ്റ ആണെങ്കിൽ ഗാർഡിയോളയുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് പണിയെടുത്തതുകൊണ്ട് അപ്പൊ അറിയാം എന്താ സംഭവിക്കാൻ പോണെന്ന്. പക്ഷെ എന്നാലും ഞാൻ ആർസണൽ ഔട്ടാന്ന് പറയില്ല ഒരിക്കലും. എന്താ വെച്ചാൽ സിറ്റിക്കും അതേപോലത്തെ പ്രശ്നങ്ങളുണ്ട്. സിറ്റി ഇപ്പൊ ചെയ്തിട്ടുള്ള എന്താണ്, ടാക്ടിക്സ് കുറെ മാറ്റി. അതെ, ടാക്ടിക്സ് മാറ്റിയിട്ടുള്ളത്. ഇപ്പൊ സിറ്റിയുടെ ആദ്യത്തെ ഒരു മഹത്തായ ടീം എന്ന് പറഞ്ഞാൽ ഗാർഡിയോളയുടെ ആദ്യത്തെ ഗ്രേറ്റ് ടീം സിറ്റിയുടെ കൂടെ 2018 100 പോയിന്റ് ഒറ്റ വെച്ച് ജയിച്ച ടീം. ആ ടീമില് ലീറോയ് സാനയും റഹീം സ്റ്റേർലിംഗും വളരെ വൈഡ് വിങ്ങേഴ്സ് ആയിട്ട് കളിച്ചിരുന്ന ഒരു ടീം. അവർ കട്ട് ചെയ്തിട്ട് വന്ന് ഗോൾ അടിക്കും അല്ലെങ്കിൽ പാസ് കൊടുക്കും. ഈ ടീമിൽ അങ്ങനത്തെ ഒരു ആന്റോൺ സെമന്യോ, ഇപ്പൊ ബോൺമത്ത് നിന്ന് വന്ന് സെമന്യോ മാത്രമേ ശരിക്കും ഒരു പ്യുവർ വിങ്ങർ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും വളരെ നാരോ ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. മറ്റേ ടീമുകൾ ഇപ്പൊ സിറ്റിയുടെ എതിരെ എങ്ങനെയാ കളിക്കുക? അവര് വളരെ ലോ ബ്ലോക്കിൽ 2 ലൈൻസ് 4 വെച്ചിട്ട് സ്വന്തം പെനൽറ്റി ബോക്സിന്റെ അവിടെ വെച്ച് ഡിഫെൻഡ് ചെയ്യണം.
അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ എത്ര നല്ല കളിക്കാരും ഒരു മെസ്സി ഉണ്ടെങ്കിലും കൂടി ഒരു ലോ ബ്ലോക്ക് കൂടി കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് എന്ത് ചെയ്യും? ഇപ്പൊ ഹാളൻഡും ഒമാർ മാമൂഷും ഒക്കെ കുറച്ച് പുറകിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പോഴത്തെ കളി എന്ന് പറഞ്ഞാൽ സോണൽ മാർക്കിംഗ് അല്ല. സോണൽ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പേസിലായിരുന്നു ശ്രദ്ധ വരും. ഇതിപ്പോ ആദ്യം മാൻ മാർക്കിങ്ങിലേക്ക് പോയിട്ടുണ്ട്. കളി കുറെ കൂടി ഫിസിക്കൽ ആയതിനു ശേഷം അപ്പൊ ഹാളൻഡ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോ കൂടെ മാർക്കറും വരും. അപ്പൊ മറ്റേ മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള റയൻ ചെർക്കി, ഫിൽ ഫോർഡൻ ഇവർക്കൊക്കെ ആ ഗ്യാപ്പിലേക്ക് പോവാം. അപ്പൊ പെട്ടെന്ന് ഡിഫൻഡേഴ്സിന് ആരെ വാച്ച് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഗാർഡിയോളയുടെ മഹത്വം അതാണ് ശരിക്കും. ഇപ്പൊ എല്ലാവരും പറയും ഒരു എന്താ പറയുക, ഒരു ഫിലോസഫിക്കൽ കോച്ചാണ്. ശരിയാണ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫിലോസഫി ഉണ്ട്. പക്ഷെ ആ ഫിലോസഫി ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ കഴിവുള്ള ആളും കൂടിയാണ്. ഈ പ്ലാൻ എ ശരിയാവുന്നില്ല, എന്നാൽ നമുക്ക് പ്ലാൻ ബി വെക്കാം, അല്ലെങ്കിൽ പ്ലാൻ സി. ഇതൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് സീസൺ ആദ്യം വളരെ കൗണ്ടർ അറ്റാക്കിങ്. ഇപ്പൊ റെയിൻഡേഴ്സ്, മറ്റേ ഹാളൻഡ്, ഇവരുടെയൊക്കെ സ്പീഡ് ഉപയോഗിച്ചിട്ട് കൗണ്ടർ അറ്റാക്കിൽ കുറെ ഗോൾ അടിച്ചു സീസണിന്റെ ആദ്യം. പക്ഷെ അങ്ങനെ കളിക്കുമ്പോ തിരിച്ചും കൗണ്ടർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ സിറ്റി പ്രത്യേകിച്ച് റോഡ്രി ഇല്ലാതെ വളരെ ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് കുറെ ഗോൾ ഇവിടെയും കയറി. ഇപ്പൊ തീരുമാനിച്ചു അതിന് പകരം നമ്മൾ പൊസിഷൻ കീപ്പ് ചെയ്യുക. പക്ഷെ ഈ കളിക്കാരിങ്ങനെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഡിഫൻഡേഴ്സിന് എവിടെ ശ്രദ്ധ വെക്കേണ്ടതെന്ന് അറിയുന്നില്ല. അത് ശരിക്കും ഒരു ജീനിയസ് ഇത് തന്നെയാണ്. അത് എല്ലാ നല്ല കോച്ചസിനും അത് ചെയ്യാൻ പറ്റും. ടാക്ടിക്സ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും.